പ്രിയപ്പെട്ടവരെ, ശാലോം നൈറ്റ് വിജിൽ നാം പങ്കെടുക്കുമ്പോൾ തുറന്നൊരു ആരാധനയിലേക്ക് നാം കടക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് കടക്കുകയാണ്. മനോഹരമായ ഈ സ്തുതി ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പിതാക്കന്മാർ പാടി പ്രകീർത്തിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഹൃദയ തുറവിയോടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം, നമ്മുടെ ഇവിടെ ആയിരിക്കാം. തുറന്നുള്ള സമയങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം പ്രെയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സഹോദരി ഷൈനിയാണ്. ഷൈനിയോട് ചേർന്ന് തുറന്നുള്ള സമയങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം കർത്താവിനെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ആ സമയത്തിൽ വന്നു നിൽക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആരാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ദൈവം തൻ്റെ അനന്തമായ നന്മകൾ വർഷിക്കും. സ്നേഹത്തോടെ ഈശോയുടെ തിരുമുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ജെറുസലേമിനടുത്ത്, അജകവാടത്തിന് അടുത്ത് ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്ന ഒരു വ്യക്തിയെ നാം അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 5 മണ്ഡപങ്ങളിൽ കുരുടരും മുടന്തരും തളർവാദ രോഗികളുമായി അനേകർ കിടന്നിരുന്നു. ഈശോ അവിടെ വന്നപ്പോൾ ഈ വ്യക്തി 38 വർഷമായി രോഗിയാണെന്നറിഞ്ഞ് അവനോട് ചോദിച്ചു, സുഖപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, കുളത്തിലെ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, നിസ്സഹായതയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഏറ്റുപറച്ചിലായിരുന്നു അത്. കർത്താവിൻ്റെ തിരുമുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് 38 വർഷമായി ആ കുളക്കരയിൽ കിടന്ന രോഗിയുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ മനസ്സിലാക്കിയ ഈശോ അവനെ സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുന്നിലും ഞാൻ വന്നു നിൽക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്ന, ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അറിയുന്ന, എന്നെ കാണുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. എൻ്റെ കണ്ണുനീര്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുവാനായി സജീവനായ ദൈവം, ജീവിക്കുന്നവനായ കർത്താവ് ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഈശോയുടെ തിരുമുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അത് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി നമ്മുടെ 2 കരങ്ങളും ഈശോയുടെ തിരുമുമ്പിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. മറ്റാരും സഹായിക്കാനില്ലാതെ നിസ്സഹായതയിൽ നിന്ന ആ രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്ന് അവനെ അനുഗ്രഹിച്ചതുപോലെ ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇന്നും ജീവിക്കുന്നവനായ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നൊമ്പരങ്ങളെ, രോഗാവസ്ഥകളെ, സാമ്പത്തിക തകർച്ചകളെ, കുടുംബത്തെക്കുറിച്ച് ഓർത്തുള്ള നൊമ്പരങ്ങളെ എല്ലാം ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ വലിയ ശക്തി, അവിടുത്തെ കൃപ, ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിസ്സഹായതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ രോഗാവസ്ഥയിലേക്ക് യേശുവേ നീ ഒന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. വളർന്നവനും ബലം നൽകുന്ന കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ തളർച്ചകളെയും എല്ലാ ബലഹീനതകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. വീണാൽ കരം പിടിക്കുന്ന കരുണാമയനായ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായ സംഘത്തോട് ചേർന്ന് അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. വചനങ്ങൾ ഏറ്റുപാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി
ഇറങ്ങി വരും. നിശ്ചയമായും എന്നെ കാണുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഇറങ്ങി വരും. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ കരങ്ങളടിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ. ഞാൻ തളർന്നാൽ ബലം നൽകും, ഞാൻ വീണാൽ കരം പിടിക്കും. കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈശോയുടെ തിരുമുമ്പിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകള്, നൊമ്പരങ്ങള് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിന്റെ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്കായിട്ട് നമുക്ക് ഫലമേൽപ്പിക്കാം. എന്തെല്ലാം കഷ്ടതകൾ നേരിട്ടെന്നാലും എന്റെ കർത്താവിൻ ബലത്തിൽ ഞാൻ ആശ്രയിച്ചിടും. എന്തെല്ലാം ദുഃഖം എന്നെ നേരിട്ടിയാലും എന്റെ കർത്താവിൻ ബലത്തിൽ ഞാൻ ആശ്രയിച്ചിടും. വിശ്വാസത്തോടെ പറയാം. എന്തെല്ലാം കഷ്ടതകൾ നേരിട്ടെന്നാലും എന്റെ കർത്താവിൻ ബലത്തിൽ ഞാൻ ആശ്രയിച്ചിടും. എന്തെല്ലാം ദുഃഖം എന്നെ നേരിട്ടിയാലും എന്റെ കർത്താവിൻ ബലത്തിൽ ഞാൻ ആശ്രയിച്ചിടും. കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരും, തളരുകില്ല, ഞാൻ തളരുകില്ല. കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരും, തളരുകില്ല, ഞാൻ തളരുകില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം കർത്താവിനെ, ജീവിതത്തെ സമർപ്പിച്ച് ആരാധിക്കാം കർത്താവിനെ, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. വീണ്ടും തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഭയപ്പാടുകള്, നമ്മുടെ നിസ്സഹായതകള് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇന്ന് എന്തുമാകട്ടെ, ഈശോ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ രോഗങ്ങളില്, നമ്മുടെ സാമ്പത്തിക തകർച്ചകളില് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. വളർന്നവന് ബലം നൽകുന്ന കർത്താവിന് നമുക്ക് ആശ്രയിക്കാം. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, സംഭ്രമിക്കുകയില്ല ഒരു നാളും. വിജയം നേടും നിശ്ചയമായും കർത്താവിന്റെ ബലത്തിനാ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, സംഭ്രമിക്കുകയില്ല ഒരു നാളും. വിജയം നേടും നിശ്ചയമായും കർത്താവിന്റെ ബലത്തിനാ. ശക്തിപ്പെടുത്തും അവൻ, സഹായിക്കും, സഹായിക്കും നമ്മെ. വലതുകരമെന്നെ താങ്ങിടും. ശക്തിപ്പെടുത്തും അവൻ, സഹായിക്കും, തന്റെ വലതുകരമെന്നെ താങ്ങിടും. കരങ്ങൾ ഉയർത്തി കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരും, തളരുകില്ല, ഞാൻ തളരുകില്ല. കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരും, തളരുകില്ല, ഞാൻ തളരുകില്ല. സ്തുതിക്കാം
കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. ഞാൻ തളർന്നാൽ ബലം നൽകും, ഞാൻ വീണാൽ കരം പിടിക്കും, കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ, സ്തുതിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവിനെ. വിശ്വാസത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര സമീപത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന കർത്താവ് നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ കണ്ണുനീരുകളെ, നമ്മുടെ തകർച്ചകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം സുഖപ്പെടില്ല എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് അടിമയായിരിക്കാം ഞാൻ. സാമ്പത്തിക തകർച്ചകൾ എന്റെ കുടുംബത്തിലുണ്ടാവാം. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. പരീക്ഷയിൽ എനിക്ക് വിജയം നേടുവാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. ഈ ഹൃദയം നുറുങ്ങി ഈശോയെ നമുക്കൊന്ന് വിളിക്കാം. യേശുവേ, യേശുവേ, യേശുവിനെ വിളിക്കാമോ? എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ആവശ്യങ്ങളിലേക്ക് ഓ ദൈവമേ അവിടുന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങള് നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നൊമ്പരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ആരെല്ലാം കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെ ദൈവത്തെ വിളിക്കുന്നു, അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇന്ന് അനുഗ്രഹമായി ഇറങ്ങി വരും, സൗഖ്യമായി ഇറങ്ങി വരും, വിടുതലായി ഇറങ്ങി വരും, സ്നേഹമായി ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം അവിടുന്ന് നമ്മിലേക്ക് ചൊരിയുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലം നൽകും, ഞാൻ വീണാൽ കരം പിടിക്കും, കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. കരുണാമയൻ അവൻ താങ്ങിടും, തന്നിൽ ആശ്രയിപ്പോരെ നിരന്തരമായി. ആശ്രയിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. നമുക്ക് ഹൃദയത്തിൽ ഏറ്റുപറയാം, യേശുവേ അവിടുത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്നു. കർത്താവെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പറയാം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയാം. യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ വചനം അഭിഷേകമായി നമ്മിൽ നിറയട്ടെ. സ്നേഹത്തോടെ ഹൃദയത്തിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ടിരിക്കാം.